ോ പ്രവർത്തകരോ എല്ലാവരും തലമറച്ച് അച്ചടക്കത്തോടുകൂടെ സഹസിലിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അത് കബൂൽ ചെയ്യുമാറാവട്ടെ. സഹസിൻ്റെ ഭംഗിക്കല്ല. 9 ഏപ്രിൽ 8 രാത്രി 11 മണിക്ക് പോലീസ് പെട്രോൾ നൈറ്റിന് ഇറങ്ങി. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് ഗൂഡല്ലൂരിലേക്ക് പോകുന്ന ആ ചുരത്തിൽ നാടുകാണിയിലെത്തിയ സമയത്ത് എതിർദിശയിലൂടെ ഒരു പോലീസ് വാഹനം ഇങ്ങോട്ട് വരുന്നത്. അവർ നിങ്ങൾ എങ്ങോട്ടേക്കാണ്? ചുരത്തിലേക്ക് പോകേണ്ടതില്ല, അവിടെ എല്ലാം ക്ലിയറാണ്, ഞങ്ങൾ നോക്കി വരികയാണ്. അപ്പോഴും അവർക്കൊന്ന് പോയില്ലേ, പുറപ്പെട്ടില്ല, ഏതായാലും പോകുക. അങ്ങനെ അവിടെ 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ വലിയൊരു മസാറ്, സിയാറത്തിൻ്റെ കേന്ദ്രം, മക്കാമുണ്ട്. ആ മക്കാമിൽ 2 ആളുകൾ തുണി മടക്കി കുത്തി ദുആ ചെയ്യുന്നത്. വല്ലാത്ത ദുആ. പടച്ചോനെ ഞങ്ങൾക്ക് പുറത്തേരണേ റഹ്മാനെ, പടച്ചോനെ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ റഹ്മാനെ, പടച്ചോനെ ഞങ്ങളെ വിജയികൾപ്പെടുത്തണേ റഹ്മാനെ എന്ന് പറഞ്ഞാൽ നല്ല ദുആ ആണ്. പക്ഷെ പോലീസുകാർക്ക് ഒരു ആകെ കൺഫ്യൂഷന്. ഒരു മുസ്ലിമീങ്ങളൊന്നുമല്ല, ഒരു ദ്വാരക്കാനും അറിയില്ല. ഇങ്ങനൊരു ദുആ ഓല് കണ്ടിട്ടില്ല. തുണി മടക്കി കുത്തിയിട്ടൊരു ദുആ. മടക്കി കുത്തുക ഇവിടെ പറയില്ലേ, പറയും അങ്ങനെ ദ്വാരക്കണം. അങ്ങനെ ഒരു ദുആ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ മക്കാമിൻ്റെ അടുത്ത് നിന്ന് നോക്കി. അപ്പോൾ അവിടെ 2 ഫാൻ ഇട്ട ആളുമുണ്ട്, മക്കാമിൻ്റെ 2 കല്ല് ഇളകിയിട്ടുമുണ്ട്. അപ്പം പോലീസുകാർ ചോദിച്ചു, എന്തായി മക്കാമിന് 2 കല്ല് ഇങ്ങനെ ഇളകിയിട്ട്? അത് ഹൈറ്റ് കുറച്ച് കൂടുതലാണ്, ഹൈറ്റ് കുറക്കുകയാണ്. അപ്പോൾ അത് പകലല്ലേ ചെയ്യേണ്ടത്, ഇപ്പം ചെയ്യണമെന്താ? അല്ല, ഇതുപോലത്തെ പണി പകൽ ചെയ്യാൻ പറ്റില്ല, രാത്രിയേ ചെയ്യാൻ പറ്റുള്ളൂ. അവരാകെ കൺഫ്യൂഷനായി. എന്താ ചെയ്യേണ്ടത്, ഏതാ കാട്ടേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങനെ ഏതാന്നില്ലേ, ഞങ്ങൾ ഒന്ന് സ്റ്റേഷനിൽ വരും, ഒപ്പിട്ട് നമുക്കിട്ട് പോരാ. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി 1 മണിയായി. അപ്പം പോലീസുകാർ അറിഞ്ഞ് നാളെ രാവിലെ നേരം വെളുത്തിട്ട് പോകാം. ആ മക്കാമ് പരിചരിക്കുന്ന ശംസുദ്ദീൻ മുസ്ലിയാർ രാവിലെ വന്നപ്പോൾ മക്കാം അയാൾക്കൊരു തോന്നൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരറിയും. ഫോൺ ചെയ്ത് നോക്കുമ്പോൾ പോലീസരാ തേടിയ വള്ളി കാലിൽ ചുറ്റിയിട്ടുണ്ട്, ഞങ്ങളടുത്ത് 4 ആൾക്കാരുണ്ട്, ഞങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ട് ഇപ്പം മക്കാമ്പ് പൊളിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്, ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞത്. സത്യത്തിൽ ഓല പോലീസ് പിടിച്ചത് ഓല ആ ദ്വായുടെ മര്യാദ അനുസരിച്ച് ദ്വാരക്കുകയാണെങ്കിൽ തുണിയൊക്കെ താത്തിയിട്ട് അവർ നല്ലവർക്കത് വർക്കാണ്. പോലീസുകാർക്ക് സംശയം വരൂല. ഇനി പോലീസുകാർക്ക് സംശയം വന്നത് ദ്വായുടെ മര്യാദ ഇല്ലാതെ പാലിക്കാതെ ദ്വാ ചെയ്തപ്പോൾ, തുണി മടക്കി കുത്തി ദ്വാ ചെയ്തപ്പോഴാണ്. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയുന്നത്, എപ്പോഴും ദ്വാ ചെയ്യുന്ന സമയത്ത് ആ ദ്വായുടെ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം ദ്വാ ചെയ്യേണ്ടത്. ദ്വാ പല മര്യാദകൾ. മഹാനായ 2ാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകപ്രശസ്തനായ ഇമാമുൽ നവവി റഹിമഹുല്ലാഹു തആല തങ്ങൾ കിതാബുൽ അദ്കാറിൽ 10 മര്യാദകൾ പറയുന്നു. അതിൽ 8ാമതായി പറയുന്ന ഒന്നാണ്, നമുക്കൊക്കെ പലരും ദ്വാക്ക് ഉത്തരം കിട്ടുമോ ഇല്ലേ എന്ന മനോഭാവത്തോടു കൂടെയാണ് കൈമലർത്താറുള്ളത്. കിട്ടിയെങ്കിൽ കിട്ടട്ടെ, ഒരു ഹുറൂസല്ലേ, 1000 ജമാഅത്ത് മഹല്ലത്തല്ലേ, മഹാനായ സയ്യിദ് ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു ഹുറൂസല്ലേ, കിട്ടിയാ കിട്ടി, പോയാ പോയി, ഒരു വാക്ക് എന്നല്ലേ എന്ന മനോഭാവത്തോട് അല്ലാഹു തആല സ്വീകരിക്കില്ല. മറിച്ച് അല്ലാഹു സ്വീകരിക്കുമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടെ കൈമലർത്തണം. എന്നിട്ട് മഹാനായ ഇമാമുൻ നവവി റഹിമഹുല്ലാഹു തആല തങ്ങൾ, നീ എന്തിൻ്റെ പേരിലാണ് സംശയിക്കുന്നത്? ജീവിതത്തിൽ കുറേ തെറ്റുകൾ വന്നുപോയി, കുറ്റങ്ങൾ സംഭവിച്ചു, അശ്ലീലങ്ങൾ, അനാശാസ പ്രവർത്തനങ്ങൾ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചതിൻ്റെ പേരിലാണോ നീ സംശയിക്കുന്നത്? എങ്കിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവനേക്കാൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തൊരുത്തൻ ഈ ലോകത്ത് ജനിച്ചിട്ടില്ലല്ലോ, ജനിക്കുകയുമില്ല എന്ന കാര്യം വളരെ തീർച്ചയായും. ആ നിൽക്കവരൊക്കെ എല്ലാവരും സഹസിലേക്ക് കടന്നിരിക്കട്ടെ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയേക്കാൾ മോശക്കാരൻ ഈ ലോകത്താരാണ്? ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹിയുടെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. ഖുർആൻ 7ഓളം സ്ഥലത്ത് പറയുന്നുണ്ട്. മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ പോലുള്ള
മഹത്തുക്കളായ ഇമാമുമാരുടെ ഉസ്താദുമാരുടെ പരമ്പരയിൽപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ഇബ്ലീസിനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി, എന്നേക്കുമായി പുറത്താക്കി. അല്ലാഹുവിനോട് ഇബ്ലീസ് ദുആ ചെയ്തു, റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ. ഖുർആൻ ഏഴോളം സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട്, ചെറിയ ദുആ അല്ല. നിന്റെ സൃഷ്ടികൾക്ക് ജീവജാലങ്ങൾക്ക് നീ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മണിക്കൂർ, ഒരു വർഷം അല്ലെങ്കിൽ 10 വർഷം, 100 വർഷം, 1000 വർഷമൊക്കെയാണ് നീ ജീവൻ കൊടുക്കാറില്ല. എനിക്ക് സഹസ്രാബ്ദങ്ങൾ, ലോകാവസാനം വരെ ജീവിക്കാനുള്ള പെർമിഷൻ എനിക്ക് നൽകണേ അല്ലാഹ് എന്നാണ് ഇബ്ലീസ് ദുആയിരുന്നത്. ചെറിയ ദുആ അല്ല. എന്ത് ലോകാവസാനം വരെ ജീവിക്കാനുള്ള പെർമിഷൻ എനിക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹ് പറഞ്ഞു, ഈ ഇബ്ലീസ് ഞാൻ പുറത്താക്കേണ്ട ദുആ സ്വീകരിക്കൂലെന്ന്. എല്ലാ അല്ലാഹു ഉത്തരം നൽകി, ഫഇന്നക മിനൽ മുൻദരീൻ. അതെ, നിന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. ലോകാവസാനം വരെ ജീവിക്കാൻ അല്ലാഹു തആല മറ്റാർക്കും കൊടുക്കാത്ത ഒരു പെർമിഷനാണ് അല്ലാഹു തആല ഇബ്ലീസിന് അല്ലാഹു തആല നൽകിയത്. ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ദുആക്ക് ഉത്തരം ലഭിക്കുമോ ഇല്ലേ എന്ന സംശയത്തോടുകൂടെ ആരും കൈമലർത്തരുത്. മറിച്ച് അല്ലാഹുവിൻ്റെ മുമ്പിൽ ആര് കൈമലർത്തിയാലും, മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല തങ്ങൾ നിവേദനം ചെയ്ത, അല്ലാഹു ഹയ്യുൻ കരീം യസ്തഹിദ റഫൽ അബ്ദു യദൈ അൻ യറുദ്ദഹുമാ സിഫ്റാ. അല്ലാഹു സുബ്ഹാനഹു തആല യക്കാലത്തും എന്നെന്നും ഒരുപോലെ ജീവിക്കുന്നവനാണ്. അവനിക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല, അശക്തതയില്ല, ദൗർബല്യങ്ങളില്ല. അവൻ മാന്യരിൽ വെച്ച് ഏറ്റവും മാന്യനാണ്. മാന്യരിൽ ഒരിക്കലും അവനോട് കടപിടിക്കുന്നവരോ അവനോട് തുല്യതാകുന്നവരോ ലോകത്ത് ഒരാളും ഇന്നേവരെ ജനിച്ചിട്ടില്ല, ജനിക്കുകയുമില്ല. ആ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു മുഅ്മിനായ അടിമ ഇരു കരങ്ങൾ ഉയർത്തിയാൽ വട്ടപൂജ്യത്തോടെ മടക്കുക എന്നത് റബ്ബ് ഒരിക്കലും ചെയ്യുകയില്ല. വട്ടപൂജ്യത്തോടെ മടക്കുക എന്ന് അല്ലാഹു ലജ്ജിക്കുന്നതാണ്. അല്ലാഹു ചെയ്യൂല. അല്ലാഹു ഇജാബത്ത് നൽകുക തന്നെ ചെയ്യും. ഇപ്പോൾ കുറേ ആളുകൾക്ക് സംശയം ഉണ്ടാകും, ഞാൻ എത്ര വട്ടം ദുആ ചെയ്തു, എന്തെല്ലാം അല്ലാഹുവിനോട് ഞാൻ ചോദിച്ച്, ദുആക്ക് ഉത്തരം കിട്ടുമില്ലെന്ന് പറയാൻ എനിക്ക് സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. മഹാനായ നമ്മുടെ എല്ലാമായ താഉല്ലാഹ് തങ്ങൾ അവർ പറയില്ലേ, സ്വലാത്തുൽ അക്ബറിനെ കുറിച്ച് 140 ഏക്കറ ഭൂമി, 14,000 സെന്റ് ഭൂമി, 18,500 കുട്ടികൾ, 30-ലേറെ സ്ഥാപനങ്ങൾ, 1780 സ്റ്റാഫ്. എത്ര കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവും? ഒരു 100 കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവും. ഇല്ല, 17 കൊല്ലം മുമ്പാണ്, 18 കൊല്ലം മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ 1997 ജൂൺ 6-ന് കേവലം 7 സെന്റ് ഭൂമിയിൽ തുടങ്ങിയ സ്ഥാപന ഇന്നത്തേക്ക് 18 കൊല്ലവും 6 മാസവും ആണ് സ്ഥാപനം തുടങ്ങിയിട്ട് ആയിട്ടുള്ളത്. ആ 11 ദിവസം 18.5 കൊല്ലമാകുമ്പോഴേക്കും 7 സെന്റ് ഭൂമി 14,000 സെന്റായി എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് ഒന്നും നൽകിയിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടില്ല, വഖഫ് ബോർഡ് നൽകിയിട്ടില്ല. മറിച്ച് വെറും ദുആ അതുകൊണ്ട് മാത്രമാണ് നൽകിയത്. അത് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് സ്ഥാപനത്തിൻ്റെ കലണ്ടർ 2 ലക്ഷം കോപ്പി കലണ്ടർ അടിച്ചിട്ട് മുഴുവൻ ചെലവായി. ഇനി കുറഞ്ഞ കോപ്പി കലണ്ടർ, അതിൽ കുറേ വലിയ വലിയ ഫോട്ടോകൾ കാണാം. ഇത് വേറെ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ അല്ല. ഇന്ന് സ്വലാത്ത് നഗറിൽ ക്യാമ്പസിൻ്റെ മെയിൻ ക്യാമ്പസിലുള്ള ഫോട്ടോകൾ മാത്രമാണ് കാണുന്നത്. പടച്ചവനെ, ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് നിങ്ങൾക്ക് നേരിട്ടറിയാൻ ആ കലണ്ടർ ഇൻഷാ അല്ലാഹ് അതിന് 1000 10,000 കൊടുക്കുന്നവരുണ്ട്. അത് കലണ്ടർ, സ്വലാത്ത് നഗറിൻ്റെ കലണ്ടർ മറ്റ് കലണ്ടറുകളെ പോലെയല്ല. അതല്ല, സ്വലാത്ത് നഗർ എല്ലാം പല പ്രത്യേകതകളുണ്ട്, കലണ്ടറിനും പല പ്രത്യേകതയുണ്ട്. നിസ്കാരത്തിൻ്റെ സമയം, മറ്റ് പല കലണ്ടറും എന്നോ അടിച്ചത് കണക്കാരത്തിൻ്റെ കണക്കായിരിക്കും. അത് അവിടുത്തെ ഉസ്താദ്, ഇന്ന് ഗോളശാസ്ത്രത്തിൽ ഏറ്റവും വലിയ അതുല്യ പ്രതിഭ അഗത്തി ഉസ്താദ് ഓരോ നാട്ടും ചെന്ന് അർളും തൂലും എടുത്ത് വളരെ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, പുത്രാശയക്കാർ വരെ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഗോളശാസ്ത്ര
പഠിക്കാനും അതുപോലെ തന്നെ നിസ്കാരത്തിന് സമയം അതിരുപ്പിക്കാനും അതിലേറെ ഓരോ ഹിജരി മാസവും ആ സ്വലാത്ത് നഗറിൻ്റെ കലണ്ടർ പിഴവുപറ്റാറില്ല. 99%. അതുമാത്രമല്ല, അതിന് കിട്ടുന്ന കാശ് 1 രൂപ പോലും കമ്മീഷൻ പോകുന്നില്ല. സ്വലാത്ത് നഗറിൻ്റെ ഈ ഐശ്വര്യത്തിൻ്റെ ഭാഗമായി 20ാം വാർഷികം വരുന്ന 2010 ആലോചിക്കുമ്പോൾ വലിയൊരു മഹബ്ബ സ്ക്വയർ സമർപ്പിക്കുന്നുണ്ട്. അതിലേക്കൊരു 100 രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നവരത് വാങ്ങുക, അവർക്ക് അർഹം. ഞാനൊരൊറ്റ ഉദാഹരണം പറയുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വീട്ടിൽ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് പരപ്പരങ്ങാടി പാലത്തിങ്ങൽ വലിയ കോണ്ടക്ടറും വ്യവസായ പ്രമുഖനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമാണ്, ഒരു സാധാരണക്കാരൊരു പഴഞ്ചനല്ല, കുഞ്ഞിക്കോയ ഹാജി. അദ്ദേഹത്തിൻ്റെ മകൻ സുൽഫി ഗൾഫിലെ വ്യവസായ പ്രമുഖനാണ്. ഒരു 55 വയസ്സുണ്ടാകും, കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ആ പറയുന്നത്? കുഞ്ഞിക്കോയ ഹാജി കഴിഞ്ഞ റമദാന് തൊട്ടു മുമ്പുള്ള റമദാനിൽ വന്നിട്ട് എന്നൊരു വാക്ക് പറഞ്ഞു. എനിക്ക് 4 പെൺകുട്ടികളാണ്, ആൺകുട്ടികളില്ലായിരുന്നു. ഞാൻ സ്വലാത്തിലേക്ക് ദിക്ർ ഒക്കെ നേർച്ചയാക്കി. അങ്ങനെ എനിക്ക് സുൽഫി എന്ന ആൺകുട്ടി ജനിച്ചു. അവനിക്ക് 4 പെൺകുട്ടികളാണ്, അവനിക്ക് ആൺകുട്ടികളില്ല. വയസ്സ് 50 കഴിഞ്ഞു. ഇനി അവനിക്ക് ആൺകുട്ടി ഉണ്ടാകുന്നില്ല എങ്കിൽ ഇനി അവൻ്റെ പ്രായം ദാമ്പത്യ ജീവിതത്തിൽ അസ്തമിച്ചു വരികയാണ്. കുട്ടി ഉണ്ടാവുന്നില്ല എങ്കിൽ എൻ്റെ പരമ്പര അങ്ങ് മുറിഞ്ഞു പോവുകയാണ്. എൻ്റെ പരമ്പര ഇതോടുകൂടെ അവസാനിക്കുക എന്നത് എനിക്ക് സഹിക്കാൻ പോലും കഴിയുന്നില്ല. അടുത്ത റമദാൻ 27ാം രാവ് ആകുമ്പോഴേക്ക് എൻ്റെ മകൻ സുൽഫിക്ക് ഒരു കുഞ്ഞ് പിറക്കണം. അവൻ ഒരു ആൺകുഞ്ഞിൻ്റെ പിതാവ് ആവണം. 1,00,000 രൂപ ഞാൻ നൽകും. 27ാം രാവിന് നോമ്പ് തുറക്കാൻ 1,10,000 ഞാൻ നൽകും. സ്ഥിരമായി നൽകുന്നത് ഞാൻ വേറെയും നൽകും. അപ്പം എത്ര? 1,10,000 എന്ന് പറഞ്ഞാൽ 2,50,000 രൂപ. 1,00,000 രൂപ, അതും 3.5 ലക്ഷം പിന്നെ സ്ഥിരമായി നൽകുന്നു. എന്താണ് ഇതിൻ്റെ ഒക്കെ അനുഭവം? ഇപ്പം ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് സുലൈമാൻ ഹാജി നല്ലൊരു സംഖ്യ സ്വലാത്തിലേക്ക്, അദ്ദേഹത്തിന് വലിയൊരു രോഗം വന്നു, വളരെ വിഷമിക്കായിരുന്നു. സിംഗാരി വീടിയുടെ സുലൈമാൻ ഹാജി അദ്ദേഹം നൽകി 5 ലക്ഷം രൂപ അദ്ദേഹം സ്വലാത്തിലേക്ക് നൽകാമെന്ന് പറഞ്ഞു. നമുക്ക് ദിക്റുകൾ, സ്വലാത്തുകൾ. അപ്പോൾ ഇവിടെ പറയുന്ന പ്രിയപ്പെട്ടവരെ, മുഅ്മിനായ മനുഷ്യൻ 2 കരങ്ങളും അല്ലാഹു തആലക്ക് ഉയർത്തിയാൽ വട്ടപൂജ്യത്തോട് അല്ലാഹു തആല മടക്കുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ചിലർക്കൊരു സംശയം, എന്നാൽ ഞാൻ ഇവിടെ പല പ്രാവശ്യം വന്ന് ദ്വാരനയിലെ അല്ലാഹു തആല ഉത്തരം ചെയ്ത് പിന്നെങ്ങനെ ദ്വാക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയല്? ദ്വാക്ക് ഉത്തരം കിട്ടല് 3 രൂപത്തിൽ. അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ദ്വാക്ക് ഉത്തരം കിട്ടല് 3 രൂപത്തിൽ. ഇമ്മാ ആജിലൻ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇപ്പോൾ ഇമ്മാ ആജിലൻ, ആജിലൻ ഇപ്പോഴല്ല, കുറെ കാലം കഴിഞ്ഞിട്ട് കിട്ടും. അല്ലെങ്കിൽ വല്ല വിഷമങ്ങളും അവനെ രക്ഷപ്പെടുത്തും. ഒഴിഞ്ഞു മാറുന്ന പരിപാടി തരക്കടില്ല. ഹൈ, എന്താ പരിപാടി? ഇത് ഞാനും നിങ്ങളും അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കുക. ഈ ഇരിക്കുന്നവരൊക്കെ ഓരോ കുടുംബ കാരണവന്മാരാണല്ലോ. ഒട്ടുമിക്ക രക്ഷിതാക്കൾക്കും മക്കളുണ്ടായിരിക്കും. അവരേറ്റവും ഇഷ്ടപ്പെടുന്നത് മക്കളെ ആയിരിക്കും. മക്കളെപ്പോലെ ഇഷ്ടപ്പെടുന്നത് വേറെ ആരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരിലുണ്ടാകുമല്ലോ. ആ മക്കൾ ചോദിച്ചതൊക്കെ കഴിഞ്ഞാലും നിങ്ങൾ കൊടുക്കുമോ? ചിലപ്പോൾ ചോദിച്ച ഉടനെ കൊടുക്കും. ഉദാഹരണത്തിന് നാളെ വീട്ടിൽ ചെന്നിട്ട് മകൻ ചോദിക്കുക, വാപ്പ സ്കൂളിൽ ഫീസ് വേണം, വാപ്പ എനിക്കിന്ന് ബുക്ക് വാങ്ങണം, വാപ്പ എനിക്ക് പേന വേണം. ഏത് പരമദരിദ്രനായ പിതാവാണെങ്കിലും കയ്യിൽ കാശില്ലെങ്കിലും കടം വാങ്ങി കൊടുക്കും, അല്ലേ? അതുറപ്പ്. എന്നാൽ മകൻ അടുത്ത പരീക്ഷയിൽ നല്ല മാർക്ക്, എല്ലാ സബ്ജക്റ്റിലും A+ വാങ്ങി, അല്ലെങ്കിൽ എൻട്രൻസിലെ ഫസ്റ്റ് റാങ്ക് മാർക്ക് വാങ്ങി, പത്രങ്ങളിലൊക്കെ അവൻ്റെ ഫോട്ടോ ഹൈലൈറ്റ് ചെയ്തു വന്നു, ഏറ്റവും വലിയ ന്യൂസായി വന്നു. മന്ത്രി ലഡു അവൻ്റെ വായിലിട്ട് കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ വന്ന് അവൻ വന്നിട്ട് വാപ്പയോട് പറയാ, വാപ്പ എനിക്കൊരു ബജാജ് മോട്ടോർ ബൈക്ക് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. വാപ്പൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, നല്ല സമ്പന്നൽ പ്രമുഖനാണ് പിതാവ്. എന്താ ചെയ്യുക?
നിങ്ങൾ ബൈക്ക് വാങ്ങിക്കൊടുക്കുമോ മോനക്ക് പെട്ടെന്ന് 15 വയസ്സായ ടൈമിൽ വാങ്ങിക്കൊടുക്കുമോ? കാശില്ലാത്തതുകൊണ്ടാ? സ്നേഹമില്ലാത്തതുകൊണ്ടാ? കാശുണ്ട് കയ്യിൽ, സ്നേഹമുണ്ട്. പക്ഷേ വാപ്പാക്കറിയാം ഈ 15-ാമത്തെ വയസ്സിൽ ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നത് കുട്ടിക്കൊരിക്കലും ശരിയല്ല. ആ വാപ്പ മകനോട് പറയും, പൊന്നു മോനെ, നിനക്ക് ഞാൻ ബൈക്കല്ല, നിനക്ക് ഞാൻ മാരുതി അല്ല, നിനക്ക് ഞാൻ എസ്-ക്ലാസ് ബെൻസ് തന്നെ വാങ്ങിത്തരാം, എൻ്റെ കയ്യിൽ കാശുണ്ട്. പക്ഷേ മകനെ, നിനക്കത് എന്താവട്ടെ, ലൈസൻസ് കിട്ടുന്ന പ്രായമാവട്ടെ, 18 വയസ്സാവട്ടെ, നിനക്ക് വല്ലതും സംഭവിച്ചു പോയാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല പൊന്നുമോനെ. ദയവ് ചെയ്തെൻ്റെ പൊന്നുമോൻ ഒരു 3 കൊല്ലവും കൂടി ക്ഷമിക്കണം പൊന്നുമോനെ എന്ന് പറഞ്ഞ് 3 കൊല്ലത്തേക്ക് നീട്ടിവെക്കും. ഇത് മകനുള്ള വെറുപ്പ് കൊണ്ടല്ല, മകനുള്ള സ്നേഹം കൊണ്ടാ, കടിയാത്തത് കൊണ്ടല്ല. അപ്പോൾ ഇപ്പോൾ അത് ഖൈറില്ല എന്ന്. അതാണ് മഹാനായ താജുദ്ദീൻ അബുൽ ഫളൽ ഇബ്നു അതാഇല്ലാഹി സക്കത്ത് റളിയല്ലാഹു തആല പറയുന്നത്, ഫിൽ വഖ്തിൽ ലദീ യുരീദ് ലാ ഫിൽ വഖ്തിൽ ലദീ തുരീദ് ഫീമാ യഖ്താറുഹു ലക ലാ ഫീമാ തഖ്താറുഹു ലക. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് നീ ഉദ്ദേശിക്കുന്ന സമയത്തല്ല, അള്ളാഹു ഉദ്ദേശിച്ച പോലെ നീ ഉദ്ദേശിച്ച സമയത്തല്ല. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് കിട്ടാന്നിട്ട് എന്താ കാര്യം? ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ പരിസരത്ത് തറയിട്ടാൽ മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. അയാൾ ഗൾഫിൽ ചെന്നിട്ട് കുറേ കാലം അധ്വാനിച്ചു. ഒരു 10-25 കൊല്ലം മുമ്പ് നെല്ലിന് നല്ല വിലയുണ്ടായിരുന്ന ടൈമിൽ എടവണ്ണപ്പാറ ടൗണിനോട് ചേർന്നിട്ട് 1 ഏക്കർ സ്ഥലം സെൻറ്റിന് 5000 രൂപ വെച്ച് വാങ്ങി. ജോലിയൊക്കെ റിസൈൻ ചെയ്തു വന്നു, നെല്ലിന് വിലയില്ലാതെയായി, കർഷകരുടെ കൂലി കൂടി വന്നു, വയൽ കൃഷി മുതലാകാതെയായി വന്നി. അത് വിൽക്കാൻ വേണ്ടി മുഴുവൻ എല്ലാ സ്വലാത്തിലും മൂപ്പര് വരും, എല്ലാ മക്കാമിലും പോകും. ഒരൊറ്റതാണ് ആ സ്ഥലം വിറ്റ് പോകണം. 5 ലക്ഷത്തിന് വാങ്ങിയതാണ്, 6 ലക്ഷം കിട്ടിയാലും വേണ്ടിയില്ല കൊടുക്കാന്നുള്ളിടത്തായി. ഞാൻ പഠിച്ച 18 അടവും പറഞ്ഞു നോക്കി, ശരിയാകണില്ല. ഒരു പ്രാവശ്യം വന്നിട്ട് പറഞ്ഞ് സ്ഥലം വിറ്റുകിണെന്ന് പറഞ്ഞ് സന്തോഷം പറഞ്ഞ് അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ്. പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞ അയാൾ അഡ്വാൻസ് തിരിച്ച് തന്ന്. എന്താ റബ്ബ് ഇങ്ങനൊക്കെ ദ്വാരുന്നിട്ട് ഉത്തരം കിട്ടാൻ ഞാൻ തന്നെ സംശയിച്ചിരുന്നു. മാഷാ അല്ലാഹ്, കുറേ കൊല്ലം കഴിഞ്ഞപ്പം കണ്ടുകിണ് എടവണ്ണപ്പാറ ടൗണിൽ ബസ് സ്റ്റാൻഡ് വാസായത് മൂപ്പര സ്ഥലത്തിനോട് തൊട്ട് ചേർന്നിട്ടാ. ഇത്ര സെൻറ്റിന് വിലാന്നറിയോ? 15 ലക്ഷം രൂപയാണ് സെൻറ്റിൻ്റെ വില. അന്നെങ്ങാനും 1 ഏക്കറ ആ 5 ലക്ഷത്തിന് വിറ്റുപോയിരുന്നെങ്കിൽ ആ ബസ് സ്റ്റാൻഡ് വരുന്ന സമയത്ത് മൂപ്പർ അതിൻ്റെ പേരിൽ മാനസിക രോഗി. അപ്പം അദ്ദേഹത്തിന് അത് വൈബറിയില്ല. അവിടെ ബസ് സ്റ്റാൻഡ് വരുമോ, അവിടെ ഭൂമി വില വർദ്ധിക്കുമോ, അതിന് കൂടുതൽ കാശ് കിട്ടിയതൊക്കെ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ചോദിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ അല്ലാഹു തആല നൽകിയിട്ടില്ല എങ്കിലും മറ്റു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുക തന്നെ ചെയ്യും. ആ ഒരു ബോധത്തോടുകൂടെ ഫിൽ വഖ്തിൽ ലദീ യുരീദ് ലാ ഫിൽ വഖ്തിൽ ലദീ തുരീദ് ഫീമാ യഖ്താറുഹു ലക ലാ ഫീമാ തഖ്തയഖ്തല ഫീമാ യഖ്താറുഹു ലക. നീ ഉദ്ദേശിച്ച പോലെയല്ല അല്ലാഹു തആല ഉദ്ദേശിച്ചത്. അപ്പൊ ചിലപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങൾ കൊടുക്കും, ചിലപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം കൊടുക്കും, ചിലപ്പോഴോ ചോദിച്ച് തീരെ കൊടുക്കൂല. ഉദാഹരണമായിട്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു 10-25 കൊല്ലം കുട്ടികളുണ്ടായില്ല, അങ്ങനെ വല്ലാതെ വിഷമിച്ച് എല്ലാ നീർച്ചയും നടത്തി കുട്ടികളുണ്ടായി. അങ്ങനെ ഏറ്റവും പ്രായമുള്ള ടൈം 2 വയസ്സായ ടൈം കുട്ടി ഏഞ്ഞ് നടക്കുകയാണ്. നല്ല ആളി കത്തുന്ന തീക്കട്ട, അത് ഓടി പിടിക്കാൻ ചെന്നാങ്ങൾ എന്താ കാട്ടുക? തീക്കട്ട കുട്ടി കൊടുക്കൂ? തീക്കട്ട കുട്ടി കൊടുക്കൂ? ഇപ്പം കൊടുക്കുവോ? പിന്നെ കൊടുക്കുവോ? 2 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കുവോ? 20 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കുവോ? കുട്ടിയെ വേഗം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് കുട്ടിക്ക് നല്ല ടോയ്സോ മിഠായിയോ മറ്റേതെങ്കിലും കൊടുത്തിട്ട് കുട്ടിയെ ആശ്വസിപ്പിക്കും.
കാരണം ആ തീക്കട്ട കുട്ടിക്കത് നല്ല ഐശ്വര്യം തോന്നുന്നു, നല്ല ആകർഷണീയത തോന്നുന്നു, അത് ആവേശഭരിതനാകുന്നു. പക്ഷേ അത് കുട്ടിയുടെ കൈ പൊള്ളും, വിർണമാകും, കൈ സ്വാധീനം നഷ്ടപ്പെട്ടു പോകുമെന്ന് കുട്ടിക്കറിയില്ല. ഉപ്പാക്ക് നന്നായി അറിയാം, നിങ്ങൾക്കറിയാം. ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് തീക്കട്ട നല്ലതല്ല. പകരം കുട്ടിക്ക് വേണ്ടത് ടോയ്സ് ആണ്, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടത് സ്വീറ്റ്സ് ആണെന്ന് മനസ്സിലാക്കിയ പിതാവ് ആ കുട്ടിക്ക് ഇന്നും നാളെയും ഒരു കാലത്തും തീക്കട്ട കൊടുക്കില്ല. മറിച്ച് പകരം കുട്ടിക്ക് കൊടുക്കുന്നത് ടോയ്സ് ആണ്. എന്ന പോലെ തന്നെ എല്ലാം അറിയുന്ന അർഹമുർ-റഹീമായ റബ്ബ് ഒരു പിതാവ് മകനെ സ്നേഹിക്കുന്നതിലേറെ സ്നേഹിക്കുന്നു. മകന്റെ ഭാവിയെക്കുറിച്ച് പിതാവ് അറിയുന്നതിൻ്റെ 1000 മടങ്ങ് അല്ലാഹു തആല അറിയുന്നു. അല്ലാഹു തആല ഞാനും നിങ്ങളും ചോദിക്കുന്നത്, ഇപ്പോൾ കിട്ടലാണ് നല്ലതെങ്കിൽ അല്ലാഹു തആല ഇന്ന് തന്നെ നൽകും. നാളെ കിട്ടേണ്ടതാണെങ്കിൽ നാളെ നൽകും. അടുത്ത വർഷം കിട്ടേണ്ടതാണെങ്കിൽ അടുത്ത വർഷം കിട്ടും. ഇല്ല, ഒരിക്കലും നഷ്ടപ്പെടും. എനിക്കും നിങ്ങൾക്കും അത് ലഭിക്കല് ഖൈറല്ല എങ്കിൽ നാളെ മഹ്ശറിൽ റബ്ബ് തരാതിരിക്കില്ല, തരിക തന്നെ ചെയ്യും. റബ്ബ് എന്തെങ്കിലും ശിക്ഷയിൽ ഒഴിവാക്കി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് ദുആയിൽ ദൃഢനിശ്ചയത്തോടുകൂടെ കൈമലർത്തം നീ സ്വീകരിക്കണേ അല്ലാഹ്. നമുക്കൊരു ഫാത്തിഹ 3 ഇഖ്ലാസ് മുഅവ്വത്തിനി ഓതി നമുക്ക് കൈമലർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ആ നിൽക്കുന്ന എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരിക, എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരിക. ദുആ ചെയ്യുന്ന സമയത്ത് ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മരിച്ചിട്ടുണ്ട്. 4 മാസം മുമ്പ് എൻ്റെ എല്ലാമായ വന്നിര ജ്യേഷ്ഠ സഹോദരൻ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി മഹാനവർകൾ വഫാത്തായി. കഴിഞ്ഞ റബീഉൽ ആഖിറിൽ മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് വഫാത്തായി. അതിൻ്റെ തൊട്ട് മുമ്പത്തെ റബീഉൽ ആഖിറിൽ മഹാനായ താജുൽ ഉലമ വഫാത്തായി. 20 വർഷം മുമ്പ് മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, അതുപോലെ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദഹു വനഫഅനാ ബിഉലൂമിഹിം, അവർ എല്ലാ ദറജകളും നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. എല്ലാവരും ഒരുപോലെ സ്നേഹിച്ച് നമ്മുടെ മഹല്ലത്തിൻ്റെ പ്രത്യേകത അൽഹംദുലില്ലാഹ് മഹാനായ സയ്യിദ് അവറുകൾ എല്ലാവരും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഇവിടെ കക്ഷിത്വമില്ല, വിഭാഗീയതയില്ല, ഗ്രൂപ്പിസമില്ല, വളരെ സൗഹാർദ്ദത്തോടെ അല്ലാഹു തആല ഈ ഐക്യം എന്നെന്നും നീ നിലനിർത്തണേ അല്ലാഹ്. ഈ മഹല്ലത്തിൻ്റെ ഐക്യവും ഭദ്രതയും, ഈ 1000 ജമാഅത്ത് വിദ്യാവൂർ ജമാഅത്ത്, ആ ഐക്യവും ഭദ്രതയും നീ എക്കാലത്തും നിലനിർത്തണേ അല്ലാഹ്. എത്ര പള്ളികൾ 4 ജുമാഅത്ത് പള്ളി, 4 ജുമാഅത്ത് പള്ളി, 12 മദ്രസ, നിസ്കാരപ്പള്ളി വേറെ കുറേ 5 നിസ്കാരപ്പള്ളി. മാഷാ അല്ലാഹ്, കേരളത്തിലെ ഏറ്റവും വലിയ ജമാഅത്ത്. അല്ലാഹ് അവരുടെ ദറജ നീ അതെല്ലാം അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഇതൊരു മാതൃകാ മഹല്ലത്താണ്. അല്ലാഹു തആല നിലനിർത്തുമാറാവട്ടെ. ഞാൻ ഇതിലൂടെ ഓർക്കുന്നത് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഞാൻ ഈ പറഞ്ഞ എല്ലാ നേതാക്കന്മാരുടെയും ഷെയ്ഖാണ് മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല റസൂൽ അസീസ്. മഹാനവറുകൾ ഒരു പ്രാവശ്യം ഇതിലൂടെ അറിയാതെ പോയിരുന്നു. പിന്നീട് മഹാനവറുകൾ ഇവിടെ വന്നു. മഹാനവറുകൾ ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെ വന്നുകൊണ്ട് മഹാനവറുകൾ ഒരു ധീരനും പുലിക്കുട്ടിയെ പോലെ ആരുടെ മുമ്പിലും ഇടറാതെ പതറാതെ നിൽക്കുന്ന മഹാനുഭാവനാണ്. ഈ മഖാമിൽ വന്നുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കും.
അങ്ങ് ഇവിടെ ഉള്ളത് ഞാൻ അറിയില്ലായിരുന്നല്ലോ, അങ്ങ് ഇവിടെ ഉള്ളത് ഞാൻ അറിയാതെയാണല്ലോ ഞാൻ ഇവിടെ നിന്ന് പോയത്. അങ്ങനെ കൈവിടരുതേ, അങ്ങനെ മാപ്പാക്കണേ. അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ ആരിഫീങ്ങൾ ആരാ ശംസുൽ ഉലമ എന്നൊക്കെ പറയാൻ നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ? ഞാൻ ഉദാഹരണം പറയട്ടെ. ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല അസ്റുൽ അസീസ് തങ്ങൾ ശിഷ്യന്മാരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന രാത്രി നല്ലൊരു വിഷമുള്ള സർപ്പം, പാമ്പ് ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ കൊത്തി. ശിഷ്യന്മാരാകെ പേടിച്ചു. മഹാനവർകൾ ഗൗനിച്ചതേയില്ല, ശ്രദ്ധിച്ചതേയില്ല. ശിഷ്യന്മാര് കൂട്ടുകാര് വേദനയോടെ പറഞ്ഞു, അങ്ങൊരു പാമ്പ് കടിച്ചിട്ടുണ്ടല്ലോ. മഹാൾ പറഞ്ഞൊരു വാക്കുണ്ട്, എടോ എന്നൊരു പാമ്പ് കടിച്ചിരിക്കുന്നു, ഞാനൊരു തട്ടിരിക്കുന്നു, അത് ചത്തിരിക്കും, ചെന്ന് നോക്കടോ എന്ന് പറഞ്ഞു. المحققين أحمد شيخ أحمد قدس الله تعالى سره العزيز وإلى حضرة روحي شمس العلماء كأبو بكر قدس الله سره العزيز وإلى حضرة روحي تاج العلماء وإلى حضرة روح نور العلماء قدس الله وإلى حضرة تاج روح تاج العلماء قدس الله سره العزيز وإلى حضرة روح نور العلماء قدس الله تعالى سره العزيز وإلى حضرة روح أخي السيد محمد عمر الفاروق البخاري قدس الله تعالى سره وسائر الأولياء رضوان الله تعالى كل واحد منهم مجمع بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد